മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തെളിവുകളെല്ലാം സ്വപ്ന സുരേഷ് കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് കേന്ദ്രത്തിൻ്റെയും അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയം, ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയവും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയവുമൊക്കെ പിണറായി വിജയനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനവുമൊക്കെ സഹാക്കളെ ചെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്, ഭയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ തൊട്ട പിണറായി വിജയനെ വെറുതെ വിടണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് മോദി കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 4 മാസത്തിനകം ഇത്തരം വിഷയങ്ങളിൽ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും മാസപ്പടി വിവാദത്തിലുമൊക്കെ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടി തന്നെയാണ്. കാരണം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് എന്ന നിയമസഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മൗനത്തിലാണ്. പ്രത്യേകിച്ച് ആരും വീണയുടെ വിഷയം വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അല്ലാതെ മറ്റാരും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് തന്നെ സഹാക്കൾക്കെല്ലാം മടുത്തു കഴിഞ്ഞു പിണറായി വിജയനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയനെയും മകളെയും കുടുംബത്തെയും ഇനിയും ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നടന്നാൽ അത് പാർട്ടിക്ക് തന്നെ ദോഷമാണ് എന്ന് പല പാർട്ടി നേതാക്കളും തിരിച്ചറിയുന്നുണ്ട്. തുടക്കം മുതൽ വീണയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ സംരക്ഷിച്ചു നിർത്തിയ പല നേതാക്കളും ഇപ്പോൾ വീണ വിജയനെ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ റിയാസ് പോലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നടത്തിയില്ല എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ചർച്ചകളിലേക്കാണ് വഴിതെളിക്കുന്നത്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് EP ജയരാജനും കൂടി കൈയൊഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആകെ പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിഷയത്തിൽ. എന്തായാലും എക്സാലോജിക്കിനെതിരെ ഇതിനു മുൻപ് പലതവണ സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും അതിനെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞ സഹാക്കന്മാർക്ക് ഇപ്പോൾ ആ സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ സത്യമായി വരുന്നു എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വീണ വിജയൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടും മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടും ഒക്കെ കൂടുതൽ വ്യക്തത ഉടൻ തന്നെ ഉണ്ടാകും. മാത്രമല്ല പിണറായിക്ക് പണി കൊടുത്തത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരുങ്ങുന്നത്.